സ്തെഫാനോസ് സഹോദരന്മാരുടെ എന്നുള്ളതും അപ്പോസ്തല പ്രവൃത്തികൾ 6-7 അധ്യായങ്ങളിലായി സ്തെഫാനോസ് സഹോദരനെ പറ്റി വിമർശിക്കുന്നത് നമ്മളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നുള്ളതിന് നമുക്കൊക്കെ സ്തെഫാനോസ് സഹോദരനെ പറ്റി അറിയാം. 6-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിൽ ശമാശന്മാരിൽ പ്രധാനിയായിട്ട് 7 ശമാശന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ യവന ഭാഷ സംസാരിക്കുന്നവർക്ക് വേണ്ടി അവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ശമാശന്മാരെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ അതിൽ പ്രധാനിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സ്തെഫാനോസ് ത്തിൽ സ്തെഫാനോസ് സഹോദരന്റെ ദീർഘമായ പ്രസംഗമുണ്ട്. ആ പ്രസംഗം നോക്കുമ്പോൾ 53 വാക്യങ്ങളുള്ള, നമുക്കറിയാം എത്രമാത്രം ന്യായപ്രമാണത്തിന്റെ പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത്. പഴയ നിയമ ചരിത്രം മുഴുവൻ, വരാനിരിക്കുന്ന മശിഹായെ പറ്റി പ്രവാചകന്മാർ പ്രവചിച്ചത്, മോശ മുതലുള്ള സകല ചരിത്രങ്ങളും ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ സംഘത്തിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന് എബ്രായ ഭാഷയും ഗ്രീക്ക് ഭാഷയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. അങ്ങനെ അതുകൊണ്ടാണ് യവനരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തതും, ശമാശന്മാരിൽ പ്രധാനിയായിട്ട് തിരഞ്ഞെടുത്തതും അതുകൊണ്ടാണ്. അങ്ങനെ ആ പാണ്ഡിത്യം, വലിയ പണ്ഡിതനായിട്ടുള്ള, ന്യായപ്രമാണത്തിന്റെ പാഠങ്ങളെ വളരെ പഠിപ്പിച്ചു കൊടുക്കാൻ തക്ക പ്രാവീണ്യം സിദ്ധിച്ചിട്ടുള്ള ഒരു അങ്ങനെയുള്ള ഒരു വ്യക്തി സന്നിധിയും സംഘത്തിന്റെ മുമ്പാകെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 15-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ തിളങ്ങി എന്നാണ്. ചോദ്യം ചെയ്യപ്പെടലിന്റെയും കഷ്ടപ്പാടിന്റെയും മുമ്പിൽ ദൈവ തേജസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്തെഫാനോസ് സഹോദര ഒന്നാമതായി നമ്മൾക്ക് നൽകുന്ന സന്ദേശം. സന്നിധിയും സംഘത്തിന്റെയും യഹൂദ മത നേതാക്കന്മാരുടെയും ഇംഗിതത്തിനൊത്ത് അദ്ദേഹം നിന്നിരുന്നുവെങ്കിൽ, ന്യായപ്രമാണത്തിന്റെ പാണ്ഡിത്യം വളരെയേറെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ യഹൂദ മത നേതാക്കന്മാരിൽ ശ്രദ്ധേയനായ ഒരു മനുഷ്യനായിട്ട് അദ്ദേഹത്തിന് മാറാൻ സാധിക്കുമായിരുന്നു. പക്ഷെ തനിക്ക് സ്ഥാനവും സമ്പത്തുമല്ല പ്രധാനമെന്നും, തനിക്ക് വെളിപ്പെട്ട സത്യം അത് ഉറക്കെ പ്രഘോഷിക്കണമെന്നും അതിന് വേണ്ടി ധൈര്യം ഉണ്ടാകണമെന്നുമുള്ള ആ വ്യക്തിത്വം, അത് സ്തെഫാനോസ് സഹോദര നൽകുന്ന വലിയ പാഠമാണ്. അതുകൊണ്ട് സന്നിധിയും സംഘത്തിന്റെ മുമ്പാകെ ശക്തിയോടുകൂടി അവിടെ സംസാരിച്ചു. അവന്റെ മുഖം ഒരു ദൈവദൂതനെ പോലെ തിളങ്ങിയെന്നാണ്. ദൈവദൂതനെ പോലെ തിളങ്ങിയ സ്തെഫാനോസിന്റെ മുഖവും, അതിനുശേഷം 7-ാം അധ്യായത്തിലെ പ്രസംഗവും കഴിഞ്ഞ്, അദീർഘമായ പ്രസംഗവും കഴിഞ്ഞ് കല്ലേറ് കൊണ്ട് മരിച്ചു വീഴുമ്പോൾ സ്തെഫാനോസ് സഹോദര ഉച്ചരിച്ച വാക്യങ്ങളും, ശൗൽ എന്ന കഠിനഹൃദയനായ മനുഷ്യനെ സുവിശേഷത്തിന്റെ വലിയ പ്രചാരകനായി മാറുവാൻ തക്കവണ്ണമുള്ള വലിയ മാറ്റത്തിലേക്ക് വഴിതെളിച്ചു എന്നുള്ളത്, അത് സ്തെഫാനോസ് സഹോദരയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന വലിയ പാഠമാണ്. കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും നടുവിൽ സത്യം മുറുകെ പിടിക്കാൻ സാധിക്കുക എന്നുള്ളത്,
അവിടെ ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ സാധിക്കുക എന്നുള്ളത്, മുഖതേജസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. സാധാരണ മനുഷ്യരൊക്കെ വിചാരിക്കുന്നത് ദൈവ തേജസ്സും ദൈവകൃപയും ഒക്കെ നമ്മുടെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഭവത്തിൽ ഭാഗമായിട്ടാണെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് സന്തോഷവും സമൃദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ അതാണ് ദൈവ തേജസ്സും ദൈവകൃപയും ഒക്കെ ലഭിച്ചിരിക്കുന്ന ജീവിതാനുഭവം എന്ന് ചിന്തിക്കുന്ന ആധുനിക നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിനുള്ളിൽ സ്തേഫാനോസ് സഹദാ നൽകുന്ന പാഠം നമ്മളെ ഓർമ്മിപ്പിക്കണം. കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടിൻ്റെയും വേദനയുടെയും നടുവിൽ ദൈവ തേജസ് നഷ്ടപ്പെടാതെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവിടെയാണ് ദൈവകൃപ സമൃദ്ധിയായിട്ട് ലഭിക്കുന്നത് എന്നുള്ളത്. സമൃദ്ധിയും സന്തോഷവും അഹങ്കാരത്തിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുള്ളപ്പോൾ സമൃദ്ധിയും സന്തോഷവും ഒക്കെ മനുഷ്യനെ അഹങ്കാരത്തിലേക്ക് വഴിതെളിക്കാൻ സാധ്യതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയുള്ള ലോകത്ത് കഷ്ടപ്പാടും വേദനയും ഒക്കെയാണ് മനുഷ്യന് ദൈവകൃപയിൽ ജീവിക്കാൻ സാധിക്കുന്നതിന് ഉള്ള അനുഗ്രഹകരമായ ജീവിതാനുഭവം എന്നാണ് സ്തേഫാനോസ് സഹദാ നമ്മെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ മനുഷ്യന് ദൈവം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ തരുന്നത് ദൈവകൃപയിൽ വളരുന്നതിന് വേണ്ടിയാണ്. ദൈവകൃപ അഹങ്കാരത്തിലേക്ക് പോകാതെ മനുഷ്യൻ ദൈവ തേജസ്സിൽ വളരുന്നതിന് വേണ്ടിയാണ്. കവി പാടിയിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ഉരുക്കിടുന്നു മിഴുനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി, മനുഷ്യഹൃത്താം കനകത്തെ എന്തോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. ആ പാട്ട് കേട്ടിട്ടില്ലേ? ഉരുക്കിടുന്നു മിഴുനീരിലിട്ട്, കണ്ണുനീരിലിട്ട് മനുഷ്യനെ ദൈവം പരീക്ഷിക്കുന്നു. പ്രയാസങ്ങളിലൂടെയും കണ്ണുനീരുകളിലൂടെയും മനുഷ്യനെ ദൈവം പരീക്ഷിക്കുന്നു. എന്തിനു വേണ്ടി? ഉരുക്കിടുന്നു മിഴുനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി. ദൈവം ഇതിനകത്തിട്ട് മുക്കുന്നു, കണ്ണുനീരും കഷ്ടപ്പാടുകളുടെ ഇടയിലൂടെ കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടി? മനുഷ്യഹൃത്താം കനകത്തെ എന്തോ, മനുഷ്യനാകുന്ന ഈ വിലപ്പെട്ട വസ്തുവിനെ, കനകത്തെ, ഈ സ്വർണത്തെ, ഈ കനകത്തെ, മനുഷ്യഹൃത്താകുന്ന കനകത്തെ എന്തോ ആഭരണമാക്കി മാറ്റാൻ. നമുക്കറിയാമല്ലോ, സ്വർണം തീയിലിട്ട് ഉരുക്കിക്കഴിഞ്ഞതിൻ്റെ മാലിന്യം കളഞ്ഞാണ് അത് ഉരുപ്പിടിയായി ഒരു ആഭരണമായിട്ട് രൂപപ്പെടുത്തുന്നത്. ഒരു സ്വർണ്ണക്കട്ട നമുക്ക് അണിയാൻ സാധിക്കത്തില്ല. അത് ചുമ്മാ പേപ്പർ വെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഇവിടെ വെക്കാനേ പറ്റുള്ളൂ. എന്ത് വിലയുള്ള സാധനമാണ്, വില കൂടിയ സംഗതിയാണ് സ്വർണം. പക്ഷെ അതൊരു കട്ടയായിട്ടിരുന്നാൽ അത് അവിടെ ഇരിക്കാനേ പറ്റുള്ളൂ. ആരും കാണാതെ സൂക്ഷിക്കാൻ, ഒളിച്ച് സേഫ് ലോക്കറിൽ വെക്കാനേ പറ്റുള്ളൂ. അതൊരു വലിയ ആഭരണമായിട്ട് നമ്മൾ അണിയണമെങ്കിൽ അത് തീയിലിട്ട് ഉരുക്കി ആഭരണമായിട്ട് പണിയപ്പെടണം. അങ്ങനെ പണിയപ്പെടുമ്പോഴാണ് അത് ആഭരണമായി മാറുന്നത്. അങ്ങനെ സ്തേഫാനോസ് സഹദാ ക്രിസ്തുവിന് വേണ്ടി തീയിലിട്ട് ഉരുകി ആഭരണമായിട്ട് പണിയപ്പെടാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അദ്ദേഹം വലിയ കിരീടമായി, ആഭരണം എന്ന് പറയുമ്പോൾ കിരീടമായി, ക്രൗൺ ആയി. സ്തേഫാനോസ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. സ്തേഫാനോസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കിരീടം എന്നാണ്, ക്രൗൺ എന്നാണ്. അങ്ങനെ കിരീടമായി അദ്ദേഹം വളർന്നത്, ഇന്ന് കിരീടമായി ശോഭിക്കുന്നതിന്റെ കാരണം വേദനയിലൂടെ അദ്ദേഹം സത്യവിശ്വാസത്തെയും സത്യത്തെയും മുറുകെ പിടിച്ച് കാത്തു സൂക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ മാലിന്യമേൽക്കാതെ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളത്. ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു. കല്ലെറിയുമ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിരിക്കുന്ന സ്തേഫാനോസ് സഹദായുടെ ചിത്രമാണ്. നിങ്ങൾ ആ ചിത്രത്തിൽ നിന്ന് നോക്കിയേ. ഒരാൾ കല്ലേറ് കൊള്ളുമ്പോ എങ്ങനെയായിരിക്കുന്നേ? അദ്ദേഹത്തിന്റെ ശരീരവും മനസ്സുമൊക്കെ എങ്ങനെയായിരിക്കും? മുഖഭാവവും ഒക്കെ എങ്ങനെയായിരിക്കും? ഈ കല്ലേറ് കൊള്ളുന്ന സ്തേഫാനോസ് സഹദായുടെ ചിത്രം വളരെ ശാന്തനായിട്ടുള്ളതാണ്.
അങ്ങനെ ശാന്തതയോടുകൂടി കഷ്ടത സഹിക്കാൻ സാധിക്കുമോ മനുഷ്യർക്ക്? ശാന്തമായിട്ട് കഷ്ടത സഹിക്കാൻ സാധിക്കുമോ? നമ്മളൊരു പക്ഷെ കഷ്ടത സഹിച്ചാൽ പോലും ആ കഷ്ടത സഹിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ദൈവത്തെ പഴി പറയും, മനുഷ്യരെ പഴി പറയും, സഹോദരങ്ങളെ പഴി പറയും, സമൂഹത്തെ പഴി പറയും, ഇടവകയെ പഴി പറയും, ഒക്കെ പറയും അല്ലേ? ശാന്തതയോടെ നമ്മൾ സഹിക്കത്തില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കഷ്ടത സഹിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ നമ്മളത് ശാന്തതയോടെ സമാധാനത്തോടെ സഹിക്കുകയില്ലല്ലോ. അതാണ് സ്തെഫാനോസ് സഹദായുടെ ചിത്രം നമ്മൾക്ക് നൽകുന്നത്. ആ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ടാണ്. ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചിത്രമാണല്ലോ. അവന്റെ മുഖത്ത് നിന്ന് വീണ വിയർപ്പ് തുള്ളികൾ നിലത്ത് രക്തത്തുള്ളികൾ പോലെ കണ്ടു എന്നാണ് ലൂക്കോസ് എവൻഗേലിസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗെത്സമന തോട്ടത്തിൽ പ്രാണവേദനയിലായി, മനസ്സ് പ്രാണവേദനയിലായി പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തുവിനെ പറ്റി ലൂക്കോസ് എവൻഗേലിസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ മുഖത്ത് നിന്ന് വീണ വിയർപ്പ് തുള്ളികൾ നിലത്ത് രക്തത്തുള്ളികൾ പോലെ കണ്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും വലിയ തീവ്രമായ മാനസികാവസ്ഥയിലായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഗെത്സമന തോട്ടത്തിലെ ചിത്രം നിങ്ങൾ നോക്കിയാൽ വളരെ ശാന്തമായിരിക്കുന്ന ചിത്രമാണ്. മുഖഭാവം വളരെ സൗമ്യമായിരിക്കുന്ന ചിത്രമാണ്. അതേ ആത്മാവിലാണ് സ്തെഫാനോസ് സഹദായുടെയും ചിത്രം ഇവിടെ ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. ക്രിസ്തു ഗെത്സമന തോട്ടത്തിൽ പ്രാണവേദനയിലായിരിക്കുമ്പോൾ കാണുന്ന അതേ ചിത്രത്തിന്റെ ഭാവത്തിലാണ് ചിത്രകാരൻ സ്തെഫാനോസ് സഹദായുടെ ചിത്രവും വരച്ചിരിക്കുന്നത്. അതേ ഭാവമായിരുന്നു സ്തെഫാനോസ് സഹദായ്ക്കുള്ളത് എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ അതേ ഭാവം. യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ കിടന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് അവസാനമായി പറയുകയും അതിനു മുമ്പായി ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ പറയുകയും, അങ്ങനെ ക്രിസ്തുവിന്റെ ഭാവം അതേപോലെ ജീവിതത്തിൽ പകർത്തിയ സഹദായാണ് സ്തെഫാനോസ്. അദ്ദേഹം സഭാചരിത്രത്തിലെ ആദ്യത്തെ സഹദ എന്നുള്ളതിനൊക്കെ അപ്പുറമായി ക്രിസ്തുവിന്റെ ഭാവത്തെ അതേപോലെ ഉൾക്കൊണ്ട് തൻ്റെ ജീവിതം പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്തെഫാനോസ് സഹദ നമ്മൾക്ക് നൽകുന്ന പാഠവും, അദ്ദേഹത്തിന്റെ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുമ്പോൾ അദ്ദേഹം നമ്മൾക്ക് നൽകുന്ന പാഠവും എന്ന് പറയുന്നതും ക്രിസ്തുവിന്റെ ഭാവത്തെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും നാം നിലനിൽക്കുകയും സത്യം സംസാരിക്കാൻ തക്കവണ്ണം ധൈര്യം കാട്ടുകയും അങ്ങനെ സത്യം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയാകുകയും അവിടെ ഉണ്ടാകുന്ന കഷ്ടതകളെയും വേദനകളെയും മോഹഭാവ വ്യത്യാസമില്ലാതെ സ്വീകരിക്കുവാനും തരണം ചെയ്യുവാനും സാധിക്കുകയും ആ ക്രിസ്തുവിന്റെ ഭാവത്തെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധിക്കുകയും ചെയ്യുന്ന അനുഭവത്തിൽ ജീവിതം കിരീടമായി മാറും. അങ്ങനെ സ്തെഫാനോസ് തൻ്റെ പേരിൻ്റെ പോലെ തന്നെ കിരീടമായി മാറി. നമ്മുടെയൊക്കെ കിരീടമായി സ്തെഫാനോസ് സഹദായുടെ ജീവിത മാതൃക ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം നൽകിയ പാഠം, അദ്ദേഹം നൽകിയ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൻ്റെ പാഠമായിരിക്കട്ടെ, മാതൃകയായിരിക്കട്ടെ. അങ്ങനെ സ്തെഫാനോസ് എന്ന് പറയുന്ന കിരീടത്തിൻ്റെ മാതൃകയിൽ സമൂഹത്തിൽ കിരീടമായി മാറുവാൻ തക്കവണ്ണം, സമൂഹത്തിൽ കിരീടമായി ശോഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഏവർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുവാനാണ്.